നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ രാവിലെ തന്നെ എഴുന്നേൽപ്പിച്ച് മദ്രസയിലേക്ക് പറഞ്ഞയക്കുന്നവരാണല്ലേ. എന്നാൽ മക്കളെ മദ്രസയിലേക്ക് പറഞ്ഞയക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ നാം ശ്രദ്ധിക്കാറുണ്ടോ? അവരുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രത്യേകമായിരിക്കുന്ന ഒരു ആയത്ത് അവരുടെ തലയിൽ കൈവച്ചുകൊണ്ട് മന്ത്രിച്ചാൽ അവർക്ക് ആ ദിവസം ഒരു ബുദ്ധിമുട്ടും ഒരു ആഫത്തും അവർക്ക് സംഭവിക്കുകയില്ല. തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. വീഡിയോ പൂർണ്ണമായും കാണുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. നമ്മുടെ മദ്രസകളൊക്കെ തുറന്നു, വിദ്യാർത്ഥികളുടെ പഠനമൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. എന്നാൽ മദ്രസയിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികളെ പറഞ്ഞയക്കുന്ന സമയത്ത് ഒരുപാട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമതായിക്കൊണ്ട് നമ്മുടെ മക്കളെ മദ്രസയിലേക്ക് നാം ഇൽമു പഠിക്കാൻ വേണ്ടിയാണ് പറഞ്ഞയക്കുന്നത് എന്നുള്ള ഒരു ബോധം നമ്മുടെയൊക്കെ രക്ഷിതാക്കളാവുന്ന നമ്മുടെയൊക്കെ മനസ്സിലുണ്ടായിരിക്കണം. അൽ ഇൽമു നൂറുല്ലാഹ്, അള്ളാഹുവിന്റെ പ്രകാശമായിരിക്കുന്ന അറിവിനെയാണ് നമ്മുടെ മക്കൾക്ക് മദ്രസയിലൂടെ ഉസ്താദുമാര് നുകർന്നു കൊടുക്കുന്നത്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ, അൽ ഖുർആനു കലാമുല്ലാഹ്, ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. ആ അള്ളാഹുവിന്റെ കലാമായിരിക്കുന്ന ഖുർആനിനെയും അള്ളാഹുവിന്റെ പ്രകാശമായിരിക്കുന്ന ഇൽമിനെയും അറിവിനെയും നമ്മുടെ മക്കളെ പഠിക്കാൻ വേണ്ടി നാം മദ്രസകളിലേക്ക് പറഞ്ഞയക്കുന്ന സമയത്ത് ആ മദ്രസയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട രണ്ട് ഇൽമുകൾ പഠിക്കേണ്ട, നമ്മുടെ ദുനിയവിയും ഉഖറവിയുമായ നമ്മുടെ ആവശ്യത്തിലേക്ക് നിദാനമായിരിക്കുന്ന അറിവുകൾ പഠിക്കുന്ന മദ്രസയിലേക്ക് നമ്മുടെ മക്കളെ രാവിലെ നാം എങ്ങനെയാണ് പറഞ്ഞയക്കാറുള്ളത് എന്ന് പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, ഉമ്മമാർ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയോ ആക്ഷേപിക്കുകയോ ചെയ്യാനല്ല പറയുന്നത്. നാം ഒക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി, പ്രിയപ്പെട്ട സഹോദരിമാർ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്, നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ചില കുട്ടികളുടെ രക്ഷിതാക്കളെങ്കിലും മക്കളെ ശ്രദ്ധിക്കാതെ മദ്രസയിലേക്ക് വിടുന്നവരുണ്ട്. രാത്രി ഉറങ്ങുന്ന സമയത്ത് അവരിട്ട വസ്ത്രം ഏതാണ് ആ വസ്ത്രം തന്നെ ധരിച്ചുകൊണ്ട് മദ്രസയിലേക്ക് വരുന്ന മക്കളെ കാണാറുണ്ട്. അതുപോലെ തന്നെ ബ്രഷ് ചെയ്യാതെ, മുഖം ശരിക്കുപോലും കഴുകി വൃത്തിയാക്കാതെ മദ്രസയിലേക്ക് വരുന്ന മക്കളെ കാണാറുണ്ട്. ഈ മക്കളൊക്കെ മദ്രസ വിട്ടുകൊണ്ട് സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് കുളിച്ച് വൃത്തിയായി സ്കൂളിലെ യൂണിഫോമൊക്കെ ധരിച്ച് സ്കൂളിലേക്ക് പോകുന്നത് കാണാം. അപ്പോൾ മദ്രസയെ അത്രമാത്രം ഒരു നിസ്സാരമായി കാണുന്ന ചുരുക്കം രക്ഷിതാക്കളുണ്ട് എന്നുള്ളത് സത്യമാണ്. ആ ഒരു മനോഭാവത്തിൽ നിന്നും മാറി നമ്മുടെ ദുനിയവിയും ഉഖ്റവിയുമായ വിജയത്തിന് നിദാനമായിരിക്കുന്ന ഇൽമു പഠിപ്പിക്കുന്ന, അള്ളാഹുവിന്റെ കലാമായ ഖുർആൻ പഠിപ്പിക്കുന്ന, അള്ളാഹുവിന്റെ പ്രകാശമായിരിക്കുന്ന ഇൽമു പഠിപ്പിക്കുന്ന ആ മദ്രസയിലേക്ക്, ഇത്രയും പ്രധാനപ്പെട്ട അറിവ് നുകരേണ്ട മദ്രസയിലേക്ക് പറഞ്ഞേക്കുമ്പോൾ നമ്മുടെ മക്കളെ നല്ല വൃത്തിയിൽ പല്ലൊക്കെ തുടച്ച്, നാവൊക്കെ തുടച്ച്, കുളിപ്പിച്ച്, നല്ല വസ്ത്രം ധരിപ്പിച്ചുകൊണ്ടായിരിക്കണം മദ്രസയിലേക്ക് പറഞ്ഞേക്കേണ്ടത് എന്ന് സാന്ദർഭികമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ മക്കളെ മദ്രസയിലേക്ക് പറഞ്ഞേക്കുന്ന സമയത്ത് അവരുടെ തലയിൽ കൈവച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയത്തായ ആയത്തുൽ കുർസി, ആ ആയത്തുൽ കുർസിയെ നാം അവരുടെ തലയിൽ കൈവച്ചുകൊണ്ട് ഓതി അവരെ ഒന്ന് മന്ത്രിച്ച് പറഞ്ഞയച്ചാൽ അതവർക്ക് ആ ദിവസം തന്നെ അവർക്ക് നല്ലൊരു സംരക്ഷണമായിരിക്കും. നല്ല ഹിഫ്ള്, മലക്കുകളുടെ കാവൽ അവർക്ക് ലഭിക്കും. അതുപോലെ തന്നെ അവർക്ക് നല്ല ഉത്സാഹമുണ്ടാവുകയും
പഠനത്തിൽ കൂടുതൽ മക്കൾക്ക് താല്പര്യമുണ്ടാവുകയും ചെയ്യാൻ അത് കാരണമായിരിക്കും. ഈ വിഷയം പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ മക്കൾക്ക് നാഫിആയ ഇൽമ് ധാരാളമായി നൽകുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഈ വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.